ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന റോഡുണ്ടല്ലോ, തൃശ്ശൂർ MLA റോഡാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്തത് വളരെ നാളുകൾക്ക് മുൻപാണ്, പക്ഷെ അപ്ലോഡ് ചെയ്ത് വന്നപ്പോൾ ഫെബ്രുവരി ആയി ഗൈസ്. ഒരു 6-7 മാസം ഒക്കെ ആയിണ്ടാവും നമ്മളിതിപ്പോൾ എടുത്തു വെച്ചിട്ട്. വേറെ ഒന്നുമല്ല, തൃശ്ശൂർ നെസ്റ്റോ എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചത്തോളം ഇവിടെ എന്തോ പല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലെ 2 സ്റ്റുഡൻസ്, 2 പേരുടെയും പേര് ആദിദേവ് എന്നാണ്. അവർ 2 പേരെയും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് ഒരു വ്ളോഗ് പോലെ എടുക്കാം എന്നാണ് വിചാരിച്ച് ഇവിടേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് വ്ളോഗ് എടുത്തിട്ട് വലിയ ശീലമൊന്നുമില്ല, എന്നാൽ കൂടി അറിയാവുന്ന പോലെ പറ്റുന്ന പോലെ ഉള്ള ഒരു സംഭവ വികാസങ്ങളായിരിക്കും ഇതിലൂടെ കാണാൻ പോകുന്നത്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വെൽക്കം അഗൈൻ. അപ്പോൾ നമ്മൾ ആദ്യമായി വലതുകാൽ വെച്ച് ഇതിനുള്ളിൽ കയറി ആദ്യം പോയത് ഈ ഒരു സെക്ഷനിലേക്കാണ്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷനാണ് ഈ പറയുന്ന ചോക്ലേറ്റ്സിൻ്റെ. അപ്പോൾ പാരൻസ് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ട്രാപ്പിൽ പെടാൻ സാധ്യതയുള്ള മേഖലകളാണ് ഇതൊക്കെ. യുവന്മാരുടെ കയ്യിൽ നിന്ന് അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൽ ഏതെടുക്കണം എന്നൊക്കെ. വളരെ കളർഫുള്ളായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. പിള്ളേരുകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് പോരാനായിട്ട്. ഇവിടെ വന്നാൽ പെട്ടു, അമ്മാരി ലെവലാണ് സംഭവം. സോപ്പ് കിട്ടിയോ? നിനക്ക് വേണമായിരിക്കും, ഇതൊക്കെ തന്നെയല്ലേ? ഷുഗർ ഫ്രീ ആണല്ലേ? കാര്യല്ലടാ, ഇത് സംഭവം ഇതൊക്കെ തന്നെയല്ലേ? പ്രിങ്കിൾസ് വേണമെങ്കിൽ പ്രിങ്കിൾസ് ആണ്. വേണ്ട വേണ്ട. നമ്മൾ വലിയൊരു പ്ലാനോട് കൂടിയിട്ടൊന്നും ഉള്ള ഒരു പർച്ചേസിങ്ങോ ഒരു ഷോപ്പിങ്ങോ ആയിട്ടോ അല്ല നെസ്റ്റോയിൽ വന്നത്. നെസ്റ്റോ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ അടുത്താണ് എന്നറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ വേണ്ട ഈ പീനട്ട് ബട്ടർ, നമ്മളിപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വാരിക്കോരി തിന്നിരുന്ന സംഭവമാണ്. പിന്നീട് വല്ലാതെ അങ്ങോട്ടുള്ള അമിതമായിട്ടുള്ള ആവേശം ഇതിനോടുള്ളത് കുറച്ചു. അങ്ങനെ നമ്മുടെ തൊട്ട് മുൻപിലും പിന്നിലൊക്കെ നടക്കുന്ന ആളുകളൊക്കെ വലിയ ട്രോളി ബാഗും മറ്റേ ട്രോളിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ തള്ളി നീക്കി നടക്കുവാണ്. അപ്പം നമ്മൾ മാത്രമാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഇതിനിടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത്, നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുവാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ളതും മനസ്സിൽ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കും. അത് ഇവന്മാരെ കൊണ്ടുവന്നത് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മദേഴ്സ് ചക്കിയാട്ട ഇത് 5 കിലോന്റെ ഇതോ? ഇതല്ലേ 5 കിലോ പൊട്ടി ഉണ്ടാവോ? പൊട്ടിയിട്ടുണ്ടാവോ? ഈടാക്കല്ല, അവിടെ പോയിട്ട് മറ്റേ ബൈക്കിൽ അവിടെ പോയിട്ട് പറയാം 5 മിനിറ്റിനുള്ള സാധനങ്ങൾ ഫുള്ള് ഫ്രീ ആണ്. 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങൾ എടുത്ത് വരുന്ന 6ാമത്തെ മിനിറ്റ് ആകുമ്പോ എടുത്തൊക്കെ അതാ സ്ഥലത്ത് കൊണ്ടുപോയിക്കുക. ഇത് വേണോ? സാധനം വേണോ? സോഴ്സ് ഓഫ് വൈറ്റമിൻ. ഏടോ ഇവിടെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടി ബീഫിന്റെ എന്തിന്റെ ബ്രെയിന്?
ബീഫ് ബ്രെയിൻ ഇതും ബീഫ് ബ്രെയിൻ. എടാ ഇതെന്താ അറിയോ, ഇത് ലിവർ ഹാർട്ട് ലിവറാണ്. ലിവറും ഹാർട്ടും ഒരുമിച്ചാവും അല്ലേ? മട്ടൻ ലിവർ ലിവറിന് സാധനങ്ങളൊക്കെ വാങ്ങാണ് വിശ്വാസികളല്ലേ. നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മള് വെറുതെ പോകില്ലേ. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ചിപ്സ് ഐറ്റംസ് ഒക്കെയാണ് കാണുന്നത്. സ്വീറ്റ് ആണ്. പാവയ്ക്കുണ്ട്, പയറുണ്ട്. പയറൊക്കെ സംഭവം. മത്തങ്ങ, ഗോൾഡൻ കുക്കുംബർ 8 രൂപ. 8 രൂപ. ഗോൾഡൻ കുക്കുംബർ എന്ന് പറയുന്നത് ഇതാണ്, സ്വർണ്ണ വെള്ളരി. അങ്ങനെയാണോ? പെർ kg 198. ആരും കാണണമെങ്കിൽ ഉള്ളിൽ കയറാൻ. ഓ ചോക്ലേറ്റ് ഒരു കല പറയാ. അവിടെ ബർഗർ ഓവനിൽ വെച്ചിട്ട് അവിടെ പോയി അത് സംഭവം. സാലഡ് മൈനൈസ് ഒക്കെ. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞായറാഴ്ച ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സ് ഉള്ള കാരണം കൊണ്ട് നോൺ വെജ് ഫുഡിനൊക്കെ ഒടുക്കത്തെ തിരക്കാണ്. അവിടെ സെർവ് ചെയ്യുന്ന എടുത്തു കൊടുക്കുന്ന ആൾക്കാരെ വരെ കാണാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ മെനൂസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണി വാളിയ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോൺ വെജ് കഴിക്കാനുള്ള ഭാഗ്യം ഇന്നില്ല. ബിക്കോസ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്രതം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വെജ് പിസ്സ എന്തെങ്കിലും ഓർഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെയും ഈ പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്ത് കിട്ടാനുള്ള താമസം നോക്കട്ടെ. ഭയങ്കര ഇന്നലെ വരായിരുന്നു അല്ലേ? ഞാൻ ഇന്നോട്ട് ഇത് കഴിക്കുള്ളൂ, വെജ് കഴിക്കുള്ളൂ. ഗൈസ് ഞാൻ പെട്ടു ഗൈസ്. നമ്മൾ ഈ ലഡ്ഡും ജിലേബിയൊക്കെ നിന്ന് അവസാനിപ്പിച്ച് കൊണ്ടുവരും. നമുക്ക് എടുത്തിട്ട് അവിടെ കൊണ്ട് ബില്ലടിക്കണം അല്ലേ? ഓ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കാണ് സംഭവം. 200 ഗ്രാമിന് 50 രൂപ. മയണൈസിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട്. മാക്രോണി സാലഡ്, ഗാർലിക് മയണൈസ് സാധാരണ, ഇന്ത്യൻ മിക്സഡ് പിക്കിൾ, ജിഞ്ചർ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മാംഗോ ജാം ആണ്. ഓ സംഭവം ഉണ്ട് അല്ലേ? ഓ ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലേ? എന്താ ഇഞ്ചമ്പുളിയോ? ചില്ലി പിക്കിളോ? കഴിച്ച ആൾക്കാർക്കല്ല റിവ്യൂ അറിയില്ല. ഇവിടത്തേക്ക് കാലിയായി ഗൈസ്, കാലിയായി. നമുക്ക് അങ്ങനെ കിട്ടി ഗ്രിൽഡ് ചിക്കൻ. ഇത് വീഡിയോയിൽ കറക്റ്റ് കാണട്ടെ. എത്ര രൂപ? 249. ഹാപ്പിയല്ലേ? ഗൈസ് ഇന്ന് നമ്മൾ വരുന്നത് വരെ പറഞ്ഞിട്ട് ദിവൻ ഇന്നലെ തന്നെ ഇവിടെ വന്നിട്ട് മാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഉണ്ട് 15 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. 30 രൂപയുടെ മയണൈസ് ഇവിടെ ഓഫറാ. പിസ്സ അവിടെ നമ്മുടെ മാങ്ങാച്ചാറാണോ? പണ്ട് മാങ്ങാച്ചാർ 80 രൂപ.
നെസ്റ്റോനെ തന്നെയാണ്. എത്ര എത്രടാ? 1/2 കിലോ അല്ലേ അത്? 80 രൂപ. ഇത് എവിടെ നിർത്തേ? 80 അല്ലേ? 60 അല്ലേ? 80 അല്ലേ? 15 കിട്ടിയാടാ? കിട്ടിയാ? ബർഗർ ബണ്ണാണോ? ബർഗർ ബൺ നമ്മൾ ആക്ച്വലി ഒന്നും വാങ്ങിക്കാൻ വന്നതല്ല ഗൈസ്. നമ്മളിപ്പോൾ ഈ സംഭവം 2 പ്രൊഡക്ട്സ് ഇതൊക്കെ ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്കത് കഴിക്കാൻ പോവാം. കമാ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ് പോകാനായിട്ട് എളുപ്പമല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞ് പോകാൻ എളുപ്പമല്ല. ബിസ്ക്കറ്റ്സ്. You get biscuits from here. Nesto assorted cookies, 250 gram, 100 rupees. Nesto double chocolate loaf. Loaf ke? Loaf. 400 gram 150 രൂപ. Okay. സ്പ്രെഡ് നമുക്ക് വേണം. ഷുഗർ ഉണ്ടോ നമുക്ക്? അല്ല അങ്ങനെ വലിയ പ്രായം നോക്കണ്ട. ഷുഗറൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. ഷുഗർലെസ് ബ്രെഡ്. Nesto കാഷ്യൂ കേക്ക് ലോഫ് 150 രൂപ. ഇത് മറ്റേ റെഡ് വെൽവെറ്റിന്റെ ഇതാണ് ഇത്. ഇനി ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. റൗണ്ടിലും എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആണ്. ഗോയ്സ് 150 രൂപയല്ലേ? പക്ഷെ ഇതിന് ഇനി നമ്മളിത് വാങ്ങിച്ച് അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ആണോ? വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കാമല്ലോ നമുക്ക്. ക്രീമൊക്കെ വിപ്പിംഗ് ക്രീം ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? സംഭവമൊന്നുമില്ല. ഇതിൽ മുക്കിൽ കൊണ്ടിട്ട് തിന്നാം. ഇവിടെ ഏറ്റവും ഉള്ളല്ലോ. ഷോപ്പിൽ ഈസി എടുക്കാം. ജ്യൂസ് ഐറ്റംസ് വേണോ? എല്ലാം വേണോ? എടാ ഒരാൾക്ക് കിട്ടാത്ത ഓഫറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണോ? ഒരാൾക്ക് കിട്ടാത്ത ഓഫർ. ഐ വിൽ ഗിവ് യു 1 minute. യു ക്യാൻ പിക്ക് എനി വൺ. നിലത്തിടരുതാ, ഇത് നിലത്തിടരുത്. അയ്യോ വേണ്ട. ഇല്ലടാ അതൊന്നുമില്ല. സാധാരണ എനർജി ഡ്രിങ്ക് പോലെ. ബിയറല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെയാണ്. ഇതിലൊന്നും പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാവുന്നുള്ളൂ. ഇതിലെന്താ ഓഫറില്ല? ഒന്ന് വന്നേ അതൊന്നുമില്ല. വാ ഗൈസ്, ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ക്യൂ ഉള്ള കാര്യം. ക്യൂ അപാര ക്യൂ ആണ്, അപാര ക്യൂ. ഏകാന്തതയുടെ ആർക്കും ഞങ്ങൾക്ക് തിന്നതൊക്കെ ഞാൻ ദഹിപ്പിക്കും എല്ലാത്തിനും. വെക്കടാ, നിനക്ക് വെക്കടാ. നിനക്ക് വേണോ? വെക്കാം. ഇവനെ വീഡിയോ എടുക്കുമ്പോൾ ഇതിങ്ങനെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ പടം വരെ കിട്ടുള്ളൂ. ഭൂരിഭാഗം വീഡിയോസിലാണ് ഞാൻ അങ്ങനെ നോക്കണില്ലേ.
അതിലിട്ടിട്ട് പോവാം. ബില്ലടിച്ച് നടക്കില്ല. വാഷിംഗ് മെഷീൻ 11,900 രൂപ. നിനക്ക് ഇഷ്ടമായ നിനക്ക്? ആ എൻ്റെ ചിരി നോക്ക്. എടുത്തോട്ടെ ഇതിലൊന്നും എടുത്തോട്ടെ കുറച്ചുണ്ടാക്കുമല്ലേ. എന്തിനാണ് അത് അടിച്ചു മാറ്റിയത്? എവിടുന്ന് കിട്ടിയേ? അവിടുത്തെ വെച്ചോടാ കുടിച്ചിട്ട് വെക്കണം. ബില്ലിങ് ഭയങ്കര ബോറായിരുന്നു. ബില്ലിങ് പോറൊന്നല്ല, ബില്ലിങ് തിരക്കിന്റെ ഉണ്ടാവൂടാ. അത് ഇവൻ പറഞ്ഞ പോലെ ഒരു 6 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്കൊക്കെ ഒരു വിധം ഇതാവും. ലുലു തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇതേപോലെ തന്നെ ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റി കിട്ടുന്ന സാധനം. ഇതിനൊക്കെ ബില്ല് എൻ്റെ പേരിൽ എഴുതും. നോട്ട് ചെയ്തോളൂ. ഓമണല്ലേ, ഭയങ്കരമാണല്ലേ. നമുക്ക് നീങ്ങാം. ഇത് നമ്മള് നിന്റെ സയൻസ് മാത്സ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റോയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് കുറഞ്ഞാൽ നെക്സ്റ്റോലത്തെ കഥ പറയരുത്, മനസ്സിലായോ? ആ, ഒരിക്കലും പറയരുത്. ആ ഫൈനലി നമുക്ക് ഈ ചേട്ടനെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബില്ലടിക്കാൻ പോവാം. കസ്റ്റമർ അത് നല്ല വെക്കാൻ എല്ലാം പഠിച്ചു ഓരോന്നോരോന്നായിട്ട് വെക്കിട്ടാ പണിയെടുക്ക. ആ ഇവിടെ ഇത്രയും തിരക്കായത് എൻ്റെ തെറ്റല്ല. ഇത് നീ താങ്ങണം. ഞാൻ ഇത് താങ്ങണില്ലേ, ഈ താങ്ങണില്ലേ? ആയിക്കോട്ടെ, അങ്ങനെ കൂലിപ്പണിക്കാരനാക്കി. ലോഡിങ് തന്നെയാണ്, ലോഡിങ് തൊഴിലാളി. ഗൈസ്, നമുക്ക് പെർഫ്യൂംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാം അല്ലേ? റിച്ച് സാധനങ്ങളായിരിക്കും, പക്ഷേ നമുക്കതിനി വല്ലാണ്ട് നോക്കാനുള്ള നേരമില്ല. ഓക്കെ, വാ വാ വാ. നെറ്റ് എന്തിനാ? ക്യാമറ. ഓഫ് ഗ്രൗണ്ട് പാർക്കിംഗ് B1 0 ലെവൽ ഗ്രൗണ്ട്. ആ നീയൊക്കെ കാരണമാണ് ഞാൻ ഇന്നിവിടെ നെസ്റ്റോറിക്ക് എത്തിയത്. ദുരന്തമായി അൺബോക്സിങ് പിസ്സ, വെജ് പിസ്സ. ഓ നൈസ്. ഇത്രേ ഉള്ളൂ അല്ലേ? ഇത് ഇങ്ങനെയാടാ? അതെ, ഇത് 199. ആ ഇല്ലടാ, ആ തട്ട് തട്ട്. ഓ കിടി. ഇതിലേക്ക് തട്ടി ടച്ച് ചെയ്യിക്കല്ലേ? ആ കുഞ്ഞിക്കുഴിയാ. വേണ്ട, ഞാൻ തേച്ചോളാം. എങ്ങനെയുണ്ട് മോനെ? അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശരിയാ, നന്നായി കഴിച്ചോ? വീട്ടിൽ നമ്മൾ ദഹിക്കും. എങ്ങനെയുണ്ടാ? ആ, നീ കഴിച്ചിട്ടില്ല അല്ലേ? ഫിറോസിക്കട അവൻ്റെ വീഡിയോയിൽ റിവ്യൂ പറയണ പോലെ. പ്രതീക്ഷ എങ്ങനെയുണ്ട്? ആ, ഇവൻ മറ്റേ ലക്ഷ്മണനാവുന്നുണ്ട്. ഞാൻ കഴിക്കുവോ? ഞാൻ നോൺ കഴിക്കില്ലടാ.
ഇതാകെ ഇതായില്ലേ, ആകെ സീനാണുള്ളത്. വലിയ കാര്യമൊന്നുമില്ല, കുഴപ്പമില്ല. നീ വിളിച്ചു പറഞ്ഞ അടുത്ത് എന്നാ പോവാ. കമോൺ കമോൺ ഗൈസ്, പോവാ. അയ്യേ ഇപ്പൊ പിന്നെ വീണേ, വീണെങ്കിൽ അടിപൊളിയാണേ. ഇനി ആ വീഡിയോയില് കിട്ടല് മാത്രല്ല, ആശുപത്രിയിൽ കൊണ്ടോട്ടെ. ഇപ്പൊ അതിനും വേറെ നേരം വൈകും. എന്റെ ദൈവമേ. യെസ്, മൂഞ്ചി 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 മൂഞ്ചി. ഗൈസ്, നെസ്റ്റോയിൽ നിന്ന് പർച്ചേസ് ചെയ്തത് നടന്നു പോകുന്ന വ്യക്തികൾ ഞങ്ങളായിരിക്കും. ആട്ടൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കമോൺ കമോൺ ഗൈസ്, കമോൺ. വീട്ടിൽ പോയി ഭയങ്കര ഫേമസ് ആവും നീ. ആ, കാരണം ഇതൊക്കെ നായി പിടിച്ച് നെസ്റ്റോയിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നടന്നു പോകുന്ന ആള് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നടത്തും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ നോക്ക്, ഇവന്റെ വീട്ടിൽ സീനായിട്ടുണ്ടല്ലോ. വീട്ടിൽ സീനായ മറ്റേ സംഭവ ഏത്, വന്ന് ഫ്ലോറിൽ നിന്ന് തട്ടിയിടുക, വീണ്ടും കയറ്റുക, വീണ്ടും തട്ടിയിടുക, അത് ഞാൻ നടത്തും. ഓട്ടോ കിട്ടിയാണ്, ഓട്ടോ. വീട്ടിൽ പോയാൽ പൊരിക്കും പൊരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നെസ്റ്റോയിൽ പോയിട്ട് രതീഷിന്റെ കൂടെ ഷോപ്പിംഗ് ആണ്.